ഫയർ വർക്ക് ആൻഡ് എക്സ്പീരിയൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാ. അപ്പോൾ നമ്മളിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു എക്കോ ഷോട്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമുക്ക് വെറും ഒരു സ്കൈ ഷോട്ട് വെച്ചിട്ട് ഒരു സിമ്പിൾ ഒരു എക്കോ ഷോട്ട് സെറ്റ് ചെയ്തെടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് ആണ്, ആരും അനുകരിക്കരുതിട്ടാ. നമ്മളൊരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി ചെയ്യണതാണ്. അതൊരു വെറൈറ്റി രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വേണം. അത് ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്കിപ്പോൾ ആദ്യം വേണ്ടത് 2 സ്കൈ ഷോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതുപോലത്തെ ഒരു 1.5 ഇഞ്ചിൻ്റെ ഒരു കുഴൽ, ഇത് നമ്മുടെ കാളെ ബ്രാൻഡിൻ്റെ സെറ്റ് ഔട്ടിൻ്റെ കുഴലാട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ഗുണ്ട്, ഇതൊരു ചെറിയ ഗുണ്ടാട്ടോ, ഒരു 10 രൂപ റേഞ്ച് വരുന്നുള്ളൂ ഈ ഗുണ്ടിനെ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ സാധാ ഒരു പേപ്പർ ടാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്കൈ ഷോട്ടിൻ്റെ തിരിയാട്ടാ. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് മതി നമുക്ക് ഈ എക്കോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ പറഞ്ഞു. ഇതുപോലൊരു കവർ വേണം കേട്ടോ, ചെറിയൊരു കവർ. അപ്പോൾ ബാക്കി എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്കൈ ഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൈ ഷോട്ട് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ടെന്ന് വെച്ച് ഇതിലത്തെ ലിഫ്റ്റിംഗ് പൗഡർ മാത്രം നമുക്ക് മതി, ഷെല്ലും കയറലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിന് ലിഫ്റ്റിംഗ് പൗഡറും കയറിൽ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന്. നമ്മളപ്പോൾ ആ 2 സ്കൈ ഷോട്ടിൻ്റെ ലിഫ്റ്റിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ, അതായത് അടിമരുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു കേട്ടോ. നമ്മളെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ മരുന്ന് പോവാണ്ടിരിക്കാൻ ജസ്റ്റ് ഇത് ഈ ഒരു കവറിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഇത് ഈ കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. കണ്ടില്ലേ, ഏകദേശം കണ്ടില്ലേ, ഇത്ര മരുന്ന് ഈ കവറിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി നമുക്ക് നോക്കാം. അത് നമ്മളിത് ഗുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗുണ്ട് നമുക്കേ ഒരു കാര്യം ചെയ്യണം. അതായത് ഈ ഒരു ടാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ടാപ്പ് അടിക്കണം. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു കഷ്ണം എടുക്കുക. ഇത് ജസ്റ്റ് ഇവിടെ ഒരു ബ്ലാക്ക് പൗഡർ ഉണ്ടാ, അവിടെ ഇങ്ങനെ ഒട്ടിക്കുക. അതുപോലെ ഒരു കഷ്ണം കൊണ്ട് എടുക്കുക. ആ ഭാഗം കവറാവണം. പോകണ്ട. അപ്പോൾ അത് സെറ്റ് ആയി. ഇത് എന്തിനിങ്ങനെ ഒട്ടിക്കണേന്ന് വെച്ചാൽ നമ്മുടെ അടിയിൽ നിന്ന് ഈ മരുന്ന് തള്ളുമ്പോൾ ഈ ഒരു മരുന്നിലേക്ക് കയറി പിടിച്ച് കഴിഞ്ഞാൽ തള്ളണ ടൈമിൽ തന്നെ ഇത് പൊട്ടും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് നമ്മളിവിടെ ടാപ്പ് അടിച്ച് കവർ ചെയ്തേക്കുന്നത്. കണ്ടില്ലേ. അപ്പോൾ അത് സെറ്റ് ആയിട്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ പരിപാടിക്ക് കിടക്കാം. ഇനി നമുക്ക് ഈ കാളയുടെ ഈ പൈപ്പിലേക്ക് നമുക്കൊരു തിരി സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹോളിക്ക് തിരി ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ തിരി ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് ഇതുപോലെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അതായത് അടിയിൽ എയർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ 2 പ്രാവശ്യം ഒട്ടിച്ചു കൊടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. പിന്നെ ഇത് സെറ്റ് ഔട്ട് ആയി ഇതിൻ്റെ ബാക്ക് സൈഡിലും ഒരു ഹോളുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തന്നെ അടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ 3rd സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ ഈ കവറിലേക്ക് കുറച്ച് ലിഫ്റ്റിംഗ് പൗഡർ നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഗുണ്ട് ഇടുക. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഒരു കുഴി പോലെ ആക്കാം കേട്ടോ. മരുന്നെല്ലാം കറക്റ്റ് ലെവലിരിക്കാണ്ട്. എന്നിട്ട് ഈ ഗുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഇരിക്കും. കണ്ടോ. അപ്പോൾ അടിയിൽ മരുന്നും മേലെ ഗുണ്ടും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുക. എന്നിട്ടിങ്ങനെ മടക്കുക. അപ്പം ഇങ്ങനെയായി സംഭവം. എന്നിട്ട് നമ്മുടെ ഈ കുഴലെടുത്തിട്ട് ഈ കുഴലിൽ കണ്ട ഈ കുഴലിൽ ഇതിങ്ങനെ ഇറക്കി കൊടുക്കുക. കണ്ടോ, ഇതിറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനായിട്ട് ഇറക്കണം. അപ്പം നമുക്ക് ഈ ഗുണ്ട് നമ്മളിൽ ഇറക്കിയിട്ടില്ലേ, അത് നല്ലോണം അടിയിലേക്ക് മുട്ടിക്കണം. അതായത് ഈ തിരിയിൽ മുട്ടണം കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇറക്കി പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ അത് റെഡി ആയിട്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ നിറക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കഷ്ണം. അപ്പോൾ ആ പേപ്പർ ഇതുപോലെ ഈ ഒരു കുഴലിലേക്ക് ഇങ്ങനെ ടൈറ്റാണ് രീതിയിൽ ഇറക്കിയിട്ട് കൊടുക്കുക. എന്നാലും ഇത് അടിയിൽ നല്ല പ്രഷറിൽ തള്ളല്ലോ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടില്ലേ. അപ്പോൾ അത് ടൈറ്റ് ആയിട്ടുണ്ട്. നമ്മളിതിൽ പേപ്പർ വെച്ച് ഇറക്കാൻ കാരണം എന്ന് വെച്ചാൽ
ലിഫ്റ്റിങ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്, നല്ല ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിയിലിരുന്ന് പൊട്ടണമൊക്കെ കുറയും. അപ്പോൾ അത്യാവശ്യം ഫോഴ്സ് കിട്ടാൻ നമ്മളിങ്ങനെ പേപ്പറിൽ, അതായത് കവറിൽ ഇറക്കി സെറ്റ് ചെയ്യണം. അങ്ങനെയാട്ടാ അത് നമ്മൾ മിക്ക ഇതുപോലെ സെറ്റ് ചെയ്യണ എക്കോ ഷോട്ടുകളൊക്കെ നമ്മളങ്ങനെ കവറിൽ ഇറക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ആണ് അതിൻ്റെ പെർഫോമൻസ് അത്ര ഹൈറ്റിൽ പോയി പൊട്ടണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ എക്കോ ഷോട്ട് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ ഡേ ലൈറ്റിൽ പൊട്ടിക്കിന്. അപ്പോൾ എന്തായാലും കത്തിച്ച് നോക്കാം.